ഇഞ്ചിമ്പുളി തയ്യാറാക്കിയെടുക്കാം. ഒരു കലം സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക്, ഉലുവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേപ്പിലയും എരിവിനാവശ്യമായ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മുരിഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ 2 തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാലയായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ കുത്തുമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച 5 ഈത്തപ്പഴം കുരു കളഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതൊന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വറ്റി വരുന്ന ടൈമിൽ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 2 അച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം വേപ്പിലയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ ഇഞ്ചിമ്പുളി തയ്യാറാക്കാൻ. അപ്പോൾ ട്രൈ ആക്കി നോക്കാം. ബൈ ബൈ. താങ്ക് യു.